മനസ്സിലെ പൊളിറ്റിക്സും നാടകങ്ങളും എഴുത്തുമെല്ലാം നടന്നൊരു പെൺകുട്ടി പിന്നീട് വർഷങ്ങളായി ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മെൻ്റൽ ഹെൽത്ത് സ്ട്രഗിൾസ് പിടിവിട്ടു നിന്നു എന്നുള്ള നിമിഷത്തിൽ പതിയെ പടച്ചവനിലേക്ക് അടുക്കുകയും ദീനിൻ്റെ ചുറ്റായ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഒരു കാലത്ത് വളരെയധികം ഫെമിനിസ്റ്റിക് ഐഡിയോളജി കൊണ്ട് നടന്ന് പ്രസംഗിച്ച് ബഹളം വെച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇന്ന് ഈ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. അതിനുവേണ്ടി ഞാൻ ദീനിലേക്ക് കടന്നു വന്നതിന് ശേഷം പഠിച്ച് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ സൊസൈറ്റി എന്തുമാത്രമാണ് പെൺകുട്ടികൾക്ക് ദീൻ അവകാശങ്ങൾ നൽകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ പുരോഗമനവാദികളും പറ്റും. അത് കേട്ടിട്ടാണ് പലപ്പോഴും ദീനിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ദീനിയെ ജീവിക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു മടിയും ചമ്മലൊക്കെ തോന്നുന്നത് തന്നെ. ഇത്രയധികം എന്നെ ഒപ്രസ് ചെയ്തൊരു മതത്തിൽ ഞാൻ എന്തിനു നിൽക്കണം എന്നുള്ള ചിന്ത വരുന്നത്. പക്ഷെ അത് തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്നും ദീനിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് പരിഗണന നൽകുന്നുണ്ടെന്നും മാത്രമല്ല ദീൻ മനുഷ്യത്വപരമായി പരിഗണിക്കുന്ന മതമാണെന്നുള്ളതും പിന്നീട് എൻ്റെ പഠനത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും മദ്രസകളിലും മറ്റും പഠിപ്പിച്ചിരുന്നത് തികച്ച് വ്യത്യസ്തമായൊരു ഐഡിയോളജിയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് പലപ്പോഴും മുസ്ലിംമാർ പഠിപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മെയിൽ പേഴ്സ്പെക്റ്റീവിൽ അവർ കാര്യങ്ങൾ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമങ്ങൾ എല്ലാവരും എന്നല്ല, പക്ഷെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് എന്നെ ദീനപരമായ കാര്യങ്ങളിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇച്ചിരി അകത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് പോലുള്ള. അപ്പോൾ എൻ്റെ ആ തിരിച്ചറിവുകളെയാണ് ഞാൻ ഈ ചാനലിലൂടെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലോങ് വീഡിയോ എബൌട്ട് വുമൻസ് റൈറ്റ് ഇൻ ഇസ്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു, 1-2 ഷോർട്ട് വീഡിയോസും ചെയ്തു കഴിഞ്ഞു. ഞാൻ എല്ലാം അറിയുന്നൊരു പണ്ഡിതിയൊന്നുമില്ല. ഞാൻ ഈ കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്കുണ്ടായ അത്ഭുതത്തിൽ നിന്ന് അന്ന് എനിക്കിത് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്കും ദീൻ ഇത്രയധികം അവരെ പരിഗണിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കി അത് ചോദിച്ചു വാങ്ങാനും കഴിയുമല്ലോ എന്നോർത്തുകൊണ്ടും അതുപോലെ ഏതെങ്കിലും സഹോദരന്മാർ കണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്ത്രീക്ക് ദീൻ നൽകുന്ന അവകാശങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലെ സ്ത്രീകളെ ബഹുമാനിക്കാനും അത് ദീൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അവസരം ഒരുക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് മാത്രം വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ തന്നെ വുമൻസ് റൈറ്റ് ഇൻ ഇസ്ലാം, ഖുർആൻ ജേർണലിംഗ്, ഇതിലോടെല്ലാം താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലെറ്റ്സ് ഗോ ത്രൂ ദിസ് ജേർണി ടുഗെദർ ഇൻഷാ അല്ലാഹ്.